പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് നാം നിൽക്കുമ്പോൾ നാം അനുഭവിക്കുന്ന സുരക്ഷിതത്വബോധം വളരെ വലുതാണ്. കാരണം അവിടുന്ന് സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവമായിരിക്കുന്നത് കൊണ്ട് നമുക്കൊന്നും ഭയപ്പെടാനില്ല. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ തൻ്റെ ശിഷ്യന്മാരുമായി തടാകത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് പടകിൽ കിടന്നുറങ്ങുകയായിരുന്നു. ആ സമയത്ത് കാറ്റും കോളും തിരമാലകളും ആഞ്ഞടിച്ചപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ വളരെ പരിഭ്രാന്തരായി തീർന്നു. അവരുടെ കഴിവിൻ്റെ പരമാവധി ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ അവർ ശ്രമിച്ചു. എങ്കിലും നടന്നില്ല. അവർ വളരെ വിഷമത്തിലായി. ആ സമയത്ത് ഉറങ്ങുന്ന കർത്താവിനെ അവരുണർത്തി. തങ്ങളുടെ പ്രതിസന്ധിയിൽ തങ്ങളെ സഹായിക്കുവാൻ കർത്താവിനോട് ആവശ്യപ്പെട്ടു. അവരുടെ ബലമെല്ലാം ക്ഷയിച്ചപ്പോൾ, അവരുടെ കഴിവ് അവിടെ പ്രയോജനരഹിതമായപ്പോൾ കർത്താവ് ഉടനെ എഴുന്നേറ്റ് കാറ്റേ കടലേ ശാന്തമാക എന്ന് പറഞ്ഞ് കാറ്റിൻ്റെ ശക്തിയെ, കടലിൻ്റെ ഓളത്തെ ശമിപ്പിപ്പാനിടയായി. ഒരു വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കിയ കർത്താവിൻ്റെ ശക്തി ഇന്നും വ്യാപരിക്കുകയാണ്. ആശയറ്റ് ഉഴലുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി, നിരാശയിൽ ആണ്ടിരിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ഇന്നും ആ സർവശക്തൻ്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അത് ശക്തിദായകമാണ്, അത് അനുഗ്രഹമാണ്, സന്തോഷമാണ്. കാറ്റ് കണ്ട് പേടിച്ച് ഇപ്പോൾ മുങ്ങുമെന്ന് ഭാരപ്പെട്ടവർ സന്തോഷമുള്ളവരായി മാറി. കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നു. ഇവനാർ? അതെ, നമ്മുടെ കർത്താവ് ആരാണ്? അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. അവൻ സർവശക്തനായ ദൈവം മാത്രമല്ല, കരുതുന്ന ദൈവമാണ്. അവിടുന്ന് വഴികളെ തുറക്കുന്ന ദൈവമാണ്. അതെ, ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ആ നല്ല കർത്താവിനെ പാടി സ്തുതിക്കാം. എൻ്റെ ആശ്രയം എൻ്റെ കർത്താവിലാണ്. സർവശക്തന്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്. അതിനാൽ കർത്താവെ, അങ്ങ് എനിക്ക് മതിയായവനാണ്. അങ്ങയുടെ സ്നേഹമാണ് എനിക്ക് ആവശ്യം. അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൻ്റെ മേൽ നടന്നാൽ മതി. അങ്ങയുടെ ക്രൂശ് ചുമക്കാൻ ഞാൻ തയ്യാറാണ്. കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അതെ, സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ച് പാടാം. നമ്മെ സുരക്ഷിതമായി കാക്കുന്ന, നമ്മെ സന്തോഷത്തോടെ കാക്കുന്ന ആ നല്ല നാഥനെ നമുക്ക് ഒരുമിച്ച് വാഴ്ത്തിപ്പാടാം. എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കൈകളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കൈകളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്.
അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും. യേശു മതിയായവൻ. കാക്കയെ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും. യേശു മതിയായവൻ. യേശു മതി, ഓ യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. അതെ, ഉത്തരവാദിത്തത്തോടെ സുരക്ഷിതത്വബോധത്തോടെ നമ്മെ കർത്താവ് കാക്കുമ്പോൾ തന്നെ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ രോഗികളായി തീരാനുള്ള സാധ്യതയുണ്ടല്ലോ. മാനസിക ക്ലേശങ്ങൾ അകപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ അവിടെയെല്ലാം സൗഖ്യദായകനായി മനസ്സിന് സന്തോഷം തന്ന് ലക്ഷ്യബോധം തന്ന് ഉറപ്പോടെ മുന്നേറുവാൻ അവിടെ നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. ശാന്തമായി ഉറങ്ങുവാൻ, സ്വസ്ഥമായി ജീവിപ്പാൻ അവിടെ നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. തൻ്റെ വചനം അയച്ച് തൻ്റെ ശക്തിയാൽ നമ്മെ നിവര നിൽക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ കൃപയിൽ, ദൈവത്തിൻ്റെ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും, ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും. യേശു മതിയായവൻ. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും, ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും. യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. ഓ യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും, നല്ല സ്വഭാവികളായി തീർത്തിടും. യേശു മതിയായവൻ. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും, നല്ല സ്വഭാവികളായി തീർത്തിടും. യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. ഓ യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. എനിക്കെന്റെ ആശ്രയമേശുവത്രേ, സർവശക്തനാമെന്നേശുവത്രേ, ഞാനവൻ കൈകളിൽ സുരക്ഷിതനാ. യേശു മതിയായവൻ. എനിക്കെന്റെ ആശ്രയമേശുവത്രേ, സർവശക്തനാമെന്നേശുവത്രേ, ഞാനവൻ കൈകളിൽ സുരക്ഷിതനാ. യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പ്രൈസ് ദി ലോർഡ് എനിക്ക്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായവരെ നമുക്ക് ആരാധിക്കാം. നമ്മോട് കൂടെ എപ്പോഴും ഇരിക്കുന്ന കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ആരോഗ്യമുള്ള ശരീരം തരുന്ന, ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ ശക്തിക്കായി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളെ ശക്തീകരിക്കുന്ന അങ്ങയുടെ കൃപയ്ക്കായി നന്ദി കർത്താവേ. ഞങ്ങളെ ബലപ്പെടുത്തുന്ന അങ്ങയുടെ കൃപയ്ക്കായി നന്ദി കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്നേഹം അതെത്രയോ ശ്രേഷ്ഠമാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അത് ഉന്നതമാണ്. കർത്താവ് തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാമോ? സ്വർഗീയ മഹിമകളെ വിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മിലൊരുവനായി ഈ ലോകത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോയിരിക്കുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്തത് തനിക്ക് വേണ്ടിയായിരുന്നില്ല, അതേ നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുന്നതിന് വേണ്ടി, സാത്താന്റെ അടിമത്തത്തിൽ നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. സാക്ഷാൽ ദൈവമായിരുന്നവൻ ഒരു മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്ന് നമുക്ക് വേണ്ടി കഷ്ടപ്പാടുകളും വേദനകളും സഹിച്ചത്. അതെ, ഈ നിമിഷം നമുക്കത് ഓർക്കാം. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴത്തിനായി നന്ദി. അങ്ങയുടെ സ്നേഹത്തിന്റെ വിലയെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ ലോകത്തിൽ ആരും മറ്റൊരാൾക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറാകാതിരിക്കുമ്പോൾ പീഠാനുഭവങ്ങളിലൂടെ കടന്നുപോയി പഴികളും ദുഷികളും ഏൽക്കപ്പെട്ടവനായി ഹൃദയമെല്ലാം നിന്നയാൽ തകർന്ന് വേദനയാൽ ഏറ്റവും വലഞ്ഞ് കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച എല്ലാ വേദനകളെയും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുകയാണ്. അങ്ങയുടെ ക്രൂശിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ, കർത്താവെ, അങ്ങയുടെ ത്യാഗത്തെ ഞങ്ങൾ ഓർക്കുമ്പോൾ, അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴം ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, അങ്ങയുടെ സ്നേഹം, അനന്തമായ അങ്ങയുടെ സ്നേഹം, മാറിപ്പോകാത്ത അങ്ങയുടെ സ്നേഹം, ഓ നിത്യമായ അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി കർത്താവെ. നന്ദിയോടെ ഈ സമയം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പാപികളായിരുന്ന ഞങ്ങളെ തേടി വന്ന, ദോഷികളായിരുന്ന ഞങ്ങളെ തേടി വന്ന കർത്താവേ, അങ്ങയുടെ മഹാസ്നേഹത്തിനായി ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ക്രൂശിൽ നിന്ന്, കർത്താവിൻ്റെ ക്രൂശിൽ നിന്ന് ദൈവസ്നേഹത്തിൻ്റെ അനുഭവം നമ്മുടെ അന്തരംഗങ്ങളിലേക്ക് അതൊഴുകിക്കൊണ്ടിരിക്കുകയാണ്, അത് പകരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ ആഴം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഉന്നതഭാവവും നിഗളവും അഹങ്കാരവും സ്വാർത്ഥതയും എല്ലാം മാറി കർത്താവിൻ്റെ ഭാവത്താൽ നാം നിറയപ്പെടുവാനിടയായിത്തീരും. അതുതന്നെയാണ് യോഹന്നാനും പറയുന്നത്, അവനോ വളരേണം, ഞാനോ കുറയണം. അതെ, അവിടുത്തെ സ്നേഹത്തിന്റെ മാധുര്യം ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ, അവയുടെ കൃപയുടെ ആഴം ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ താനത് തിരിച്ചറിഞ്ഞു. ഞാനല്ല വളരേണ്ടത്, എന്നിലൂടെ കർത്താവേ അങ്ങയുടെ സ്നേഹമാണ് വളരേണ്ടത്. അതിനായി എന്നെ സമർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പാടാം. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകുന്ന ദൈവസ്നേഹത്തിന്റെ വൻകൃപയെ ഒഴുകി ഒഴുകി അടിയങ്ങളിൽ നിറയണമേ. സ്നേഹസാഗരമായി അത് തീരട്ടെ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. നമുക്കൊരുമിച്ച് നന്ദിയോടെ പാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൻ വൻകൃപയെ ഒഴുകിയൊഴുകി
അനുദിനവും വളരേണമേ ഞാനോ കുറയേണമേ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ ഞാനോ കുറയേണമേ. അതെ, ലോകത്തിൽ നാം പലവിധമായ അനുഭവങ്ങളുടെ കടന്നു പോകുന്നവരാണ്. എന്നാൽ അതിൻ്റെ നടുവിലും നിത്യമായ സന്തോഷവും സൗഭാഗ്യവും നാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ ഭാഗ്യവാന്മാർ ഈ ലോകത്തിൽ മറ്റാരുമില്ല, നമ്മൾ തന്നെയാണ്. കാരണം മറ്റാർക്കുമില്ലാത്തൊരു പ്രത്യേകത നമുക്കുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ ആഴം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവകൃപയുടെ മഹത്വം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് താഴ്ചയുടെ അനുഭവങ്ങളോട് പോകേണ്ടി വന്നാലും ഒരു ഉയർച്ചയുണ്ടെന്നുള്ള തിരിച്ചറിവിൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ അവിടെ നമ്മെ സഹായിക്കും. അതെ, ആ സ്നേഹത്തിൻ്റെ ആഴം നമ്മെ അനുഗ്രഹിക്കുന്നു, നമ്മെ ശക്തീകരിക്കുന്നു, നമ്മെ ബലപ്പെടുത്തുന്നു. ആ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. യാതൊന്നുമില്ലല്ലോ പ്രാണനാഥ ദൈവസ്നേഹം ഒന്നേൻ പ്രശംസയേ എന്റെ ആനന്ദമേ സ്നേഹമാം ദൈവമേ നീ അനുദിനവും വളരേണമേ ഞാനോ കുറയേണമേ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ ഞാനോ കുറയേണമേ ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൻ വൻകൃപയെ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ സ്നേഹസാഗരമാ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ ഞാനോ കുറയേണമേ സ്നേഹമാം ദൈവമേ നീ
നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയേണമേ. ദൈവസ്നേഹത്തിന്റെ ആഴത്തെ ഒരിക്കൽ കൂടി ഓർത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah, hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah, hallelujah. Praise the Lord. Hallelujah.